ഇന്ത്യ രാജ്യം വിവിധങ്ങളായ മതങ്ങളും വിവിധങ്ങളായ ആദർശങ്ങളും വിവിധങ്ങളായ ആശയങ്ങളും അതെ ഒരു മലർവാടിയിലെ പൂക്കളെ പോലെ ധാരാളം വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും നിറഞ്ഞ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളെ നിങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളോട് നന്മയിൽ വർത്തിക്കുന്നതും നീതി പുരസ്സരം പെരുമാറുന്നതിനും അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലാ യൻഹാകുമുൽ ഇഹ്സാൻ ഇലൽ കഫറത്തിൽ ലദീന ലാ യുഖാതിലൂനകും ഫിദ്ദീൻ കന്നിസാ വല്ലഅഫതി മിൻഹും. ഇബ്നു കസീർ റഹിമഹുല്ലാഹു കൊടുത്ത അർത്ഥം അതാണ്. അതെ, ദുർബലരായ ആളുകൾ, സ്ത്രീകൾ, അതുപോലെയുള്ള കാഫിറുകളായ അഥവാ വിശ്വാസികളായ സമൂഹം, അമുസ്ലിങ്ങളായ ആളുകൾ, ആ ആളുകളോട് നന്മ ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എത്ര നന്മകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ആവാത്തതിന്റെ പേരിൽ തോക്ക് ചോണ്ടി പിടിച്ചുകൊണ്ട് കൊല ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിരത്ത് നിർത്തിയിട്ട് ബോംബാക്രമണത്തിൽ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത ആളുകളെ നിങ്ങളോട് നന്മയിൽ, ഇങ്ങോട്ട് ജീവിക്കുന്നവരോട് നന്മയിൽ പ്രവർത്തിക്കണമെന്നാണ്. മഹതിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ പൊന്നുമോളാണ്. ആ മഹദി അവർ പറയുകയാണ്, قالت قدمت علي امي وهي مشركه في عهد رسول الله صلى الله عليه وسلم فاستفتيت رسول الله صلى الله عليه وسلم. അസ്മാ ബി പറയാണ്, എന്റെ ഉമ്മ മുശ്രിക്കായിരുന്നു. എന്റെ മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ എന്റെ ഉമ്മ ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി വന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അസ്മാ ബീവി മുസ്ലിമാണ്, ഉമ്മ ബഹുദൈവ വിശ്വാസിയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, വഹിയ റാഗിബത്തുൻ അഫാസിൽ ഉമ്മി, പ്രവാചക, എന്റെ ഉമ്മ എന്നെ ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ഞാൻ എന്റെ ഉമ്മയോടുള്ള ബന്ധം ചേർത്തിക്കോട്ടെ? പ്രവാചകനോടുള്ള ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, നാം സുലീ ഉമ്മക്കി, നാം സുലീ ഉമ്മക്കി. അതെ, നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മിഞ്ഞ പാലൂട്ടി വളർത്തിയ നിന്റെ പൊന്നുമ്മയോട് നീ നല്ല ബന്ധം കാണിക്കണം, ആ ഉമ്മയോടുള്ള ബന്ധം നീ സ്ഥാപിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ, ഇസ്ലാമിന്റെ കൃത്യമായ നിലനിൽപ്പ് ബഹുദൈവ വിശ്വാസികളായ ആളുകളാണെങ്കിൽ കൂടി അങ്ങോട്ടും നന്മ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അവരിലേക്ക് സുരക്ഷിതത്വം ഏൽപ്പിച്ചു കൊടുത്ത മുസ്ലിങ്ങളോട് ഏത് നിലക്ക് പെരുമാറണമെന്ന് കൂടി റസൂൽ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി ഫലാ യറഹ റായിഹത്തൽ ജന്ന വ ഇന്ന റീഹഹാ ലാ യൂജദു മിൻ മസീറത്തി 70 ആമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖതല മുആഹദൻ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും ബാധ്യത ഏൽപ്പിക്കപ്പെട്ട മുആഹദ്, കരാർ ചെയ്യപ്പെട്ട മനുഷ്യൻ, അതെ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു മുസ്ലിം, അയാളെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ഫലം യറഹ റായിഹത്തൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കില്ല. വ ഇന്ന റീഹഹാ ലാ യൂജദു മിൻ മസീറത്തി 70 ആമാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം 70 വർഷത്തെ വഴി ദൂരം അടിച്ചു വീശുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രവാചകൻ പറഞ്ഞു വീണ്ടും, നബി തങ്ങൾ പറയുകയാണ്, അലാ മൻ ളലബ മുആഹിദൻ അവ ഇൻതഖസഹു ഔ കല്ലഫഹു ഫൗക താഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ആരെങ്കിലും ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാൽ, ഏതെങ്കിലും നിലക്കുള്ള ഒരു കുറവ് വരുത്തിയാൽ, അല്ലെങ്കിൽ അവന് സാധിക്കാത്തത് അവന്റെ മേൽ നിർബന്ധിച്ചാൽ, അല്ലെങ്കിൽ അവൻ ഇഷ്ടമില്ലാതെ അവന്റെ ഭാഗത്തു നിന്ന് അവന്റെ വസ്തുക്കളിൽ എന്തെങ്കിലും ഒന്ന് എടുത്താൽ, ആ എടുത്തവനെതിരായി ഖിയാമത്ത് നാളിൽ ഞാൻ തർക്കിക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹിശാം റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹം ശാമിലേക്ക്, ഡമാസ്കസിലേക്ക് ചെന്ന സമയം അവിടെ കുറെ ആളുകളെ ചൂടുള്ള വെയിലത്ത് നിർത്തിയിരിക്കുന്നു. ശക്തമായ ചൂടേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ. അതേ ചോദിച്ചു, എന്താണിത്, എന്താണ് ഈ കാണുന്നത്? അപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു, അവർ കപ്പം തരാത്തതിന്റെ പേരിൽ, ചുങ്കം തരാത്തതിന്റെ പേരിൽ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് ആണത്. ഉടനെ മഹാനായ ഹിശാം റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ കേട്ടത് ഞാനിതാ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, ഇന്നല്ലാഹ യുഅദ്ദിബുൽ ലദീന യുഅദ്ദിബുൻ നാസ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ജനങ്ങളെ ശിക്ഷിക്കുന്നവരെ അല്ലാഹു ശിക്ഷിക്കുമെന്ന്
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ മുസ്ലിം സഹോദരന്മാരെ, ഇത്ര കണിശമായ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇല്ല, ഇസ്ലാമിക പ്രമാണങ്ങളോട് കൂറു പുലർത്തുന്നതല്ല അതെന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, കാലാവസ്ഥ പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, പള്ളിയുടെ മുന്നിൽ നിൽക്കുന്ന വില കൂടിയ ആ വസ്ത്രം നിങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജുമുഅക്കിടാമായിരുന്നു. അതുപോലെ നിവേദക സംഘങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി ആ വസ്ത്രം ഇടാമായിരുന്നല്ലോ നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, ആ വസ്ത്രം എനിക്ക് വേണ്ട, അത് പരലോകത്ത് യാതൊരു വിഹിതവുമില്ലാത്ത ആളുകളുടെ വസ്ത്രമാണ്. പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലത്തെ ഒരു വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കൊടുത്തു വിട്ടു. ആ വസ്ത്രം വാങ്ങി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇതെന്താ? പരലോകത്ത് യാതൊരു വിഹിതമില്ലാത്തവരെ വസ്ത്രമാണെന്ന് പറഞ്ഞു എന്തിനെനിക്ക് തന്നു? നബി തങ്ങൾ പറഞ്ഞു, ധരിക്കാനല്ല ഉമറേ, അതുകൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ, അത് വിറ്റിട്ടോ പറ്റോ ഉപകാരം ഉണ്ടാവട്ടെ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അബൂബക്കറിന്റെ തൊട്ടു താഴത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്നറിയോ? ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരി നോക്ക്. ഫകസഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഖല്ലഹു ബിമക്കത മുശ്രിക. ആ വില കൂടിയ വസ്ത്രം മുശ്രിക്കായ തന്റെ സഹോദരന് ഉമർ റളിയല്ലാഹു അൻഹു സംഭാവനയായി, സദഖയായി അത് നൽകുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിം രേഖപ്പെടുത്തി, വഫീ ഹാദാ കുല്ലി ദലീലുൻ ലിജവാസ് സിലത്തിൽ അഖാരിബിൽ കുഫാർ വൽ ഇഹ്സാൻ ഇലൈഹിം വജവാസുൽ ഹദിയത്തി ഇലൽ കുഫാർ. സുബ്ഹാനല്ലാഹ്. പണ്ഡിത ലോകം പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയമാണത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, അമുസ്ലിങ്ങളായ കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുക്കൽ അനുവദനീയമാണെന്നും മാത്രമല്ല അമുസ്ലിമീങ്ങൾക്ക് ഹിബത്ത് സംഭാവന അവർക്ക് കൊണ്ടുപോയി കൊടുക്കൽ, അതെ, അവർക്ക് കൊടുക്കൽ അനുവദനീയമാണെന്നും ഈ സംഭവം പഠിപ്പിക്കുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്, ചിരിക്കരുത്, ഇരിക്കരുത്, പോവരുത് എന്നൊക്കെ പറയുന്ന പുതിയ തരം ചിന്താധാരകളെ അടക്കൽ കെട്ടി എഴുതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ മുസ്ലിം സമുദായം രംഗത്ത് വരേണ്ടതുണ്ട്. ഇല്ല, ഒരിക്കൽ പോലും ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ടോ, ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ടോ, ഒരു മുസ്ലിമിന്റെ പ്രവർത്തനം കൊണ്ടോ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമികമായ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അമുസ്ലിങ്ങളായ ബന്ധനസ്ഥർ, തടവുകാരോട് പോലും ഇസ്ലാമിന്റെ നീതി എന്താണെന്നറിയോ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന ആളുകളുടെ പ്രവർത്തനം ഖുർആൻ പറയാൻ, ഭക്ഷണം കൊടുക്കുമവർ ആ ഭക്ഷണത്തോട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ. ആർക്ക്? അഗതിക്കും അനാഥനും ബന്ധനസ്ഥനും. ആരാണ് ഈ ബന്ധനസ്ഥൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, കാന ഉസറാഉഹും യൗമഇദിൻ മുശ്രികീൻ. അക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ബന്ദികളാക്കിയ അഥവാ ഡയറക്റ്റ് നടക്കുന്ന നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട തടവുകാർ, ബഹുദൈവ വിശ്വാസികളായ തടവുകാർക്ക് നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. സഹാബികളോട് റസൂൽ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവർ ഭക്ഷണം കഴിക്കാൻ എടുത്താൽ ബന്ധനസ്ഥരായ തടവിലാക്കപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് ആലോചിച്ച് സ്വന്തം ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുത്തിട്ടായിരുന്നു ഇവർ കഴിച്ചിരുന്നത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. ഒന്നുകൂടി പറയട്ടെ, ഇങ്ങോട്ട് അതിക്രമിച്ച് കടന്നാൽ പോലും, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ പോലും, ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ പോലും അങ്ങോട്ട് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പ്രതികരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ സംഭവം പറഞ്ഞു തന്നു. ഇബ്രാഹിം നബിയുടെ പിതാവ് ചോദിച്ചു, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മനിയ. ഇബ്രാഹിം, നിന്നെ ഈ പണി നിർത്തിക്കോളൂ, ഇവിടുന്ന് പോയിക്കോടി. എന്താ പറഞ്ഞത്? ഖാല സലാമുൻ അലൈക്. ഉപ്പാ, നിങ്ങൾക്ക് സമാധാനം ഇല്ല, തിരിച്ചു ചീത്ത വിളിക്കാൻ ഞാൻ ആളല്ലോ ഉപ്പ,
തിരിച്ച് ശാപവാക്കുകൾ പറയാൻ ഞാൻ ആണല്ലോ ഉപ്പ. സലാം സമാധാനമാണ്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, സമാധാനത്തിന്റെ വർത്തമാനം പറയണം. നിങ്ങൾക്കറിയുമോ മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ആളുകൾ കൂടി പ്രവാചകന്റെ അടുത്ത് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ദൗസൻ അസത് വഅബത് ഫദ്ഉല്ലാഹ അലൈഹാ. നബിയേ, ഞങ്ങളുടെ നാട്ടിലെ ദൗസ് ഗോത്രം ഉണ്ടല്ലോ, ഞങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയും ഞങ്ങളോട് ശക്തമായി എതിർക്കുകയും ഞങ്ങളോട് എതിര് പ്രഖ്യാപിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് എതിരിൽ നിങ്ങൾ ദുആ ഇറക്കണം. ആളുകളൊക്കെ പറഞ്ഞു, ഹലക്കത്ത് ദൗസുൻ, ദൗസ് ഗോത്രം നശിച്ചത്, റസൂൽ ദുആ അങ്ങനെ ആകുമല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ എന്താ അറിയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ കേട്ടോ, പ്രവാചകന്റെ ദുആ, അല്ലാഹുമ്മ ഹദി ദൗസൻ വഅതി ബിഹിം. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ മാർഗദർശനം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കണേ, ആ മാർഗത്തിൽ അവരെ നീ കൊണ്ടുവരണേ എന്ന് എതിര് പ്രാർത്ഥിക്കാതെ അനുകൂലമായ പ്രാർത്ഥന ലോകത്തിന്റെ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നു. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിന്റെ പ്രദേശങ്ങളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ ജീവിച്ച ധിക്കാരിയായ രാജാവിന്റെ മുന്നിലും പൂർണ്ണ മുസ്ലിമായി നിലനിന്ന, ധിക്കാരികളായ സമൂഹത്തിന്റെ മുന്നിലും പൂർണ്ണ മുസ്ലിമായി നിലനിന്ന ഇബ്രാഹിം നബി അവരോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറിയെന്ന് ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാകും.